പക്ഷെ സന്ദീപ് വാര്യർ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ കള്ളപ്പണം ഒഴിവാക്കി ട്രാൻസ്പെറൻസി കൊണ്ടുവരാനുള്ള മാർഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മതിയായ വിവരങ്ങൾ പുറത്ത് വിടാഞ്ഞിട്ടും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കൂ. ടി ഷാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 മാർച്ചിൽ മാത്രം രൂപം കൊണ്ടതാണ്. 1 ലക്ഷം രൂപയാണ് അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ. ടി ഷാർക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കമ്പനി മെയ് 2023 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. പെയ്ഡപ്പ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ മാത്രമാണ്. ഈ രണ്ട് കമ്പനികളും കൂടി 7.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഷെൽ കമ്പനിയാണെന്ന് നമുക്ക് സാമാന്യമായ അർത്ഥത്തിൽ പറയാം. പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 കോടിയിൽ താഴെയുള്ള 25 കമ്പനികൾ 250 കോടിയാണ് ആകെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഇക്വിറ്റിയുടെ 50 ഇരട്ടി വരെ അധികം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വളരെ സിമ്പിളാണ്. ഷെൽ കമ്പനികൾ ഒക്കെ രൂപീകരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കള്ളപ്പണം ഒഴിവാക്കാനാണ്, ഇതൊക്കെ സുതാര്യത കൊണ്ടുവരാനാണെന്നൊന്നും പറയല്ലേ. അഭിലാഷേ, കുറച്ച് സമയം തരണം, തടസ്സപ്പെടുത്തരുത്. കാരണം എന്നെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് താങ്കളുടെ ഈ ചർച്ചയിലെ അജണ്ട വിജയിക്കാനുള്ള എന്റെ താല്പര്യം കൊണ്ടായിരിക്കാം. തുടങ്ങിയത് എന്ത് കണ്ടിട്ടാണ്? അല്ല, ഞാൻ പറയട്ടെ, അഭിലാഷ് ചർച്ചയിൽ CPM അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഔട്ട്റൈറ്റ് ആയിട്ട് അഭിനന്ദിക്കുകയാണ്. നടന്ന തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളും അഭിനന്ദിക്കേണ്ട കാര്യം ചെയ്ത് അഭിനന്ദിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ, ഒരു അഭിനന്ദിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് പലതരത്തിൽ നടത്താം. ഏതൊക്കെ തരത്തിൽ നടത്താം? ഒന്നുകിൽ കള്ളപ്പണമായിട്ട് നടത്താം, അതല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് വൈറ്റ് ആയിട്ട് നടത്താം, അല്ലെങ്കിൽ മകൾക്ക് മാസപ്പടി വാങ്ങിയിട്ട് നടത്താം. ഇതിൽ CPM നടത്തിയത് ഏതാന്ന് പറഞ്ഞാൽ മതി. CPM പണമില്ലാതെ ഇലക്ഷൻ നിങ്ങൾ അഭിലാഷ് 6300 കോടി രൂപ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിച്ചതിന്റെയും ഇതുപോലെ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അവിടുന്ന് പണം പറ്റിയതിന്റെ ഒക്കെ കണക്കല്ല ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റത് വേറെ ചർച്ച ചെയ്യാം, വേറെ സമയത്ത്. അഭിലാഷേ, ഈ കൊടുങ്കാറ്റിൽ കഥയൊക്കെ ഇതല്ല. അദ്ദേഹം പറയട്ടെ, ഞാൻ പറയട്ടെ. കൊടുങ്കാറ്റിൽ പാറുന്ന കോണകം, ഒരു മിനിറ്റ്, കൊടുങ്കാറ്റിൽ പാറുന്ന കോണകം അവസാനം ആരുടേതാവുന്ന നിങ്ങൾ കേട്ടോ? CPM-ൻ്റെതാണ്. കാരണം CPM വലിയ പതിവ്രത ചമയുകയാണ്. വാസ്തവത്തിൽ CPM ഇതിന്റെ ഗുണഭോക്താവ് തന്നെയാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഗുണഭോക്താവാണ് CPM. ഞാൻ അതിലേക്ക് വരാം. ഈ രാജ്യത്ത് നിങ്ങൾ അഭിനന്ദിക്കുന്ന എന്തിനാണ്? CPM-നെ അഭിനന്ദിക്കുന്ന എന്തിനാണ്? CPM-ന്റെ ഇലക്ഷൻ ഫണ്ടിങ് സുതാര്യവും CPM-ന്റെ ഇലക്ഷൻ ഫണ്ടിങ്ങിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റാൻഡ് എടുക്കാം. അതിനു പകരം രാജ്യത്ത് നിയമാനുസൃതം ഈ സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് പറയുന്നത് വരെ, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് വരെ രാജ്യത്തെ ലീഗൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംഭാവന വാങ്ങിയത് മുഴുവൻ തെറ്റാണെന്നും ആ സംഭാവന തെറ്റാണെന്ന് പറയുന്ന അത് ശരിയല്ല. അല്ല, ഇവര് വാങ്ങുന്നത് എങ്ങനെയാ? ഒരു മിനിറ്റ്, നിയമവിധേയ കൈക്കൂലിയാകുമ്പോഴാണ് അതിൽ വിമർശനം വരുന്നത്. അഭിലാഷ്, തടസ്സപ്പെടുത്തരുത്. ഇവിടെ എങ്ങനെയാണ് അത് കൈക്കൂലിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഊഹിച്ചു പറയുന്നത്? ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഷെൽ കമ്പനികളുടെ കാര്യം. ഈ ഷെൽ കമ്പനികൾ, ഒരു മിനിറ്റ്, നിങ്ങൾ അഭിലാഷ് തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്തിയാണെങ്കിൽ ഞാൻ ചർച്ചയ്ക്കില്ല. ഇല്ല, അങ്ങ് പൂർത്തിയാക്കി. താങ്കൾക്ക് തന്നെയാണ് ആവശ്യം ഈ ചർച്ചയിൽ. ഒരു അല്ല, നിങ്ങൾ ചോദിക്കും പറയല്ല, താങ്കളാണ് സംസാരിച്ചത്. ഇവർ രണ്ടുപേരും കൂടി 10 മിനിറ്റല്ലേ സംസാരിച്ചുള്ളൂ. അല്ല, ഒരു മിനിറ്റ്. ആദ്യത്തെ 25 മിനിറ്റ് എന്നതിൽ 15 മിനിറ്റ് താങ്കൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഷെൽ കമ്പനികളുടെ കാര്യം പറഞ്ഞു. ഈ ഷെൽ കമ്പനികൾ BJP-ക്കാണ് സംഭാവന തന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ ഷെൽ കമ്പനികളിൽ നിന്ന് കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഒരു സെക്കൻഡ്, ഈ ഷെൽ കമ്പനികളിൽ നിന്ന് DMK-ക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് BJP-യെ ഒരു സൈഡിൽ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ SBI വിവരം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോഴേ അത് ചർച്ച ചെയ്യാറുണ്ടല്ലോ. നിങ്ങളല്ലേ വിവരം പുറത്തു വരുന്നത് തടഞ്ഞു വെച്ചത്? ഒരിക്കലുമല്ല അഭിലാഷേ, ഒരിക്കലുമല്ല. ഈ രാജ്യത്ത് ഈ സംഭാവന നൽകിയിട്ടുള്ള വ്യവസായികളുണ്ട്, ധാരാളമായി സംഭാവന നൽകിയിട്ടുള്ള വ്യവസായികളുണ്ട്. ആ വ്യവസായികളുടെ താല്പര്യം സ്വാഭാവികമായിട്ടും SBI പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ സ്വകാര്യത സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ, സംഭാവന നൽകിയ കമ്പനികൾക്കെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന നിലപാടുകൾ മറ്റു പാർട്ടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ജനാധിപത്യം സുതാര്യമായി നടക്കപ്പെടണം എന്നുള്ളതാണ്. SBI-ക്ക് കൺസേൺ സാന്റിയാഗോ മാർട്ടിന്റെ സ്വകാര്യതയെ സംബന്ധിച്ചാവും. എല്ലാവർക്കും അതാകും കൺസേൺ എന്ന് അങ്ങ് വിചാരിക്കല്ലേ? അഭിലാഷേ,
ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കുക. ബ്രൗണി പോയിന്റ്സ് പറഞ്ഞ് വെറുതെ ഒരു റീച്ചിന് വേണ്ടി ശ്രമിക്കില്ല. ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ മാത്രമല്ല, രാജ്യത്ത് അല്ല അഭിലാഷ് പ്ലീസ്. പറയൂ. രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അവരെ ആ തരത്തിലുള്ള നൂറുകണക്കിന് മനുഷ്യർ സംഭാവന ചെയ്തിട്ടുണ്ട്, 100 കമ്പനികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ, അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. യാതൊരു തെറ്റുമില്ല അഭിപ്രായത്തിൽ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അങ്ങനെയല്ല, വിവരങ്ങൾ മുഴുവൻ പുറത്തു വരട്ടെ. പക്ഷേ അതിന്റെ ദുരന്ത ഫലം എന്ന് പറയുന്നത് പലപ്പോഴും ആ കമ്പനികൾക്കെതിരായി മറ്റുള്ളവർ പ്രതികാര നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ സാധ്യത അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. 1. 2, ഇവിടെ CPM വലിയ പതിവ്രത ചമയുകയാണ്. എന്തർത്ഥത്തിലാണ് പറയുന്നത്? നിങ്ങൾ പറയുന്ന അതേ ലോജിക്ക് എടുത്ത് പരിശോധിച്ചാൽ, CPM-ന്റെ അരുൺകുമാർ പറയുന്ന അതേ ആർഗ്യുമെന്റ് എടുത്ത് പരിശോധിച്ചാൽ, നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK അഴിമതിക്കാരാണ് എന്ന് ഈ ചർച്ചയിൽ പറയാൻ തയ്യാറുണ്ടോ? DMK-ക്കല്ലേ ഏറ്റവും കൂടുതൽ സാന്റിയാഗോ മാർട്ടിന്റെ പണം കിട്ടിയിട്ടുള്ളത്? BJP കിട്ടിയിട്ടില്ലോ, കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ വരും ദിവസം കണക്ക് വരട്ടെ. 550 കോടി DMK കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണല്ലോ. ആ DMK-യുടെ കയ്യിൽ നിന്ന് 25 കോടി റുപ്യ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? ആ DMK-യുടെ തന്നെ ഇലക്ഷൻ അഫിഡവിറ്റിൽ ആ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഡൊണേഷനായി, RGTS വഴിക്ക് ഡൊണേഷനായി ലോകത്തിൽ നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് സംഭാവന കൊടുത്ത് കേട്ടിട്ടുണ്ടോ? അപ്പൊ സാന്റിയാഗോ മാർട്ടിന്റെ പണം DMK വഴിക്ക് കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ പേര് CPM എന്നാണ്. സാന്റിയാഗോ മാർട്ടിൻ നേരത്തെ പണം കൊടുത്ത ആർക്കാണ്? ദേശാഭിമാനിക്ക. എന്ത് പുണ്യ പ്രവർത്തിക്ക് ദേശാഭിമാനിക്ക് പണം കൊടുത്തത്? ഞാൻ പറയുന്നത് നടന്ന കാര്യങ്ങളല്ലേ പറയുന്നത്. നിങ്ങൾ DMK-യുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയില്ലേ? ലോകത്ത് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി വേറൊരു പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? എന്തിനാണ് DMK CPM-ന് സംഭാവന കൊടുത്തത്? സംഭാവന എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡൊണേഷനായി ബാങ്ക് ട്രാൻസ്ഫർ വഴി കിട്ടി. അപ്പം നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴിക്കല്ലാതെ കള്ളപ്പണം എത്ര കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ കേരളത്തിൽ ഇലക്ഷൻ ഫണ്ട് ഇന്ന് കള്ളപ്പണത്തിന്റെ ബലത്തിലല്ലേ? എന്നിട്ട് ഇവരുടെ ഫണ്ടിങ് മുഴുവൻ സുതാര്യമാണോ? എന്നിട്ട് സുതാര്യമായ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നപ്പോൾ അതിനെ ആക്ഷേപിക്കുകയാണ്. എയർടെൽ ബോണ്ട് എന്ന് പറയുന്നത് പാപമല്ല, അതൊരു തെറ്റല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി നാളെ വേണമെങ്കിൽ വീണ്ടും ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഇതിനെ കൂടുതൽ സുതാര്യമാക്കി വീണ്ടും ബോണ്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതൊരു തെറ്റുമില്ല. അല്ല, ഇവിടെ സുതാര്യത കൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനൊരു തെറ്റില്ല. വീണ്ടും നാളെ ജനാധിപത്യം സുതാര്യമായി നടപ്പാക്കണം എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ BJP മാത്രമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞിട്ടില്ല. അധികാരമുള്ള ആളുകൾ, പാർട്ടികളൊക്കെ ഇതിന്റെ ഗുണഭോക്താവായിട്ടുണ്ട്. ഇതിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പൊ മൈനിങ്, അതുപോലെ സ്റ്റീൽ രംഗത്തുള്ള കമ്പനികൾ വേദാന്ത, രുക്ത, ജിൻഡാൽ, SL, ഡെംബോ, ഈ കമ്പനികൾ മാത്രമായിട്ട് 825 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. വേദാന്ത മാത്രം 370 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. അന്വേഷണങ്ങൾ നേരിടുന്നു എന്നുള്ളത് മാത്രമല്ല വിഷയം. നോക്കൂ, നവംബർ 10, 2022 ഇന്ത്യയിലെ ഫാർമ കമ്പനികൾ ഏതാണ്ട് മുഴുവനായി സിപ്ല, റെഡ്ഡീസ്, IPCA, തൊട്ടടുത്ത ദിവസം ഗ്ലെൻമാർക്കും മാൻകൈൻഡ് ഫാർമയും എന്ന് പറഞ്ഞാൽ ഫാർമ രംഗത്തുള്ള കമ്പനികൾക്ക്, എല്ലാ കമ്പനികളുടെയും നേതൃത്വത്തിന് ഒരൊറ്റ ദിവസം അങ്ങോട്ട് തോന്നുകയാണ്, ഒരു ബോധോദയം ഉണ്ടാവുകയാണ്. എന്നാൽ പിന്നെ കുറച്ച് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് രാഷ്ട്രീയക്കാരെ സഹായിച്ചേക്കാന്ന് കൃത്യമായി അതിനൊക്കെ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അഴിമതിയെ സ്ഥാപനവൽക്കരിക്കാൻ, അഴിമതി എന്നുള്ളത് വ്യവസ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായി ഇത് മാറി എന്ന തിരിച്ചറിവിലെങ്കിലും ഇവൻ RSSന്റെ ദത്താത്രേയ ഹൊസബലെ പോലും പറഞ്ഞല്ലോ അത് ടൈം ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന്. അങ്ങനെ അഴിമതി എന്നുള്ളതിനെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് കൊടുത്ത് അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുമ്പോൾ നിങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലത്തെങ്കിലും ഇതൊക്കെ നന്നായി നടക്കണമെന്നൊരു തോന്നൽ വരേണ്ടതല്ലേ? അഭിലാഷിന്റെ ആർഗ്യുമെന്റിൽ ചില തകരാറുകളുണ്ട്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സിസ്റ്റം അത് പൂർണ്ണമായും അഴിമതിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അഭിലാഷ് പറഞ്ഞു വെക്കുന്ന എന്താ, ഒരു ആർഗ്യുമെന്റ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് BJPക്ക് പണം പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. ഇതിലൂടെ കിട്ടിയ പണം മുഴുവൻ BJPക്കാണ് കിട്ടിയത് എന്നൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. 1. 2, ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് പണം സംഭാവന ചെയ്ത ആളുകൾ മുഴുവൻ തെറ്റായ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരാണ്, വ്യാപാരം ചെയ്യുന്നവരാണ്, നിയമവിരുദ്ധമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് എന്നൊരു ആഖ്യാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മൂന്നാമത്തേതായിട്ട് ഇവർക്കെല്ലാം ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ സംഭാവന ചെയ്തത്. ഇവരെല്ലാവരും നേരത്തെ സംഭാവന ചെയ്യാത്തവരായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് കൊടുക്കാത്തവരാണ് ഈ കമ്പനികളൊക്കെ എന്ന രീതിയിൽ നിങ്ങളൊരു ആഖ്യാനം ഉണ്ടാക്കി ശ്രമിക്കുന്നു. ഇത് മൂന്നും തെറ്റാണ് അഭിലാഷേ.
അഭിലാഷ് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ആഖ്യാനം എന്ന് പറയുന്നത് പരിപൂർണമായി, ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ, അഭിലാഷ് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ തെറ്റായിട്ടുള്ള ഒരു ആഖ്യാനമാണ്. ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ എല്ലാ കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പും ഈ സംഭാവന കൊടുത്തിരുന്നവർ തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് സംഭാവന കൊടുത്തിരുന്നു. അന്ന് രാജ്യത്തെ വലിയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നപ്പോൾ കോൺഗ്രസിന് കൂടുതലായി സംഭാവന ഇട്ടിരുന്നു. ഇന്ന് BJPക്ക് കൂടുതലായി കിട്ടാൻ കാരണം BJP വലിയ പാർട്ടിയായി മാറിയത് കൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരൊറ്റ ദിവസം ഇവരെല്ലാവരും ഇലക്ട്രൽ ബോണ്ട് എടുത്തു എന്ന് പറയുന്നു. ഇലക്ട്രൽ ബോണ്ട് SBI ഇഷ്യൂ ചെയ്യുന്നത് ഒരു പ്രത്യേക ടൈം പീരീഡിലാണ്, കുറച്ച് ദിവസത്തെ മാത്രം ടൈം പീരീഡിലാണ്. ആ സമയത്ത് പോയി പർച്ചേസ് ചെയ്യണം. സ്വാഭാവികമായിട്ടും പർച്ചേസ് ആ ടൈം പീരീഡിലേ നടക്കുകയുള്ളൂ. അതിനെന്താ സംശയമുള്ളത്? അല്ല, വർഷത്തിൽ അഭിലാഷേ, അതിൽ അല്ലല്ല അഭിലാഷ്, ഒരു മിനിറ്റ് നിങ്ങൾ ഇനി ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഇനി ഇത്തരം ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് മുഴുവൻ BJPക്കാണോ? ഇവിടെ 6000 ചില്ലാനും കോടിയല്ലേ BJP കിട്ടിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ കിട്ടിയത് ഞങ്ങളുടെ എതിരാളികൾക്കല്ലേ കിട്ടിയിട്ടുള്ളത്. ഈ എതിരാളികൾ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഈ വലിയ തോതിൽ അഴിമതി വിരുദ്ധ ഗിരിപ്രഭാഷണം നടത്ത അരുൺകുമാർ പറയട്ടെ, ഇവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK അഴിമതിക്കാരനാണോ? പിണറായി വിജയന്റെ സ്വന്തം സഹോദരൻ എന്ന് പറയുന്ന സ്റ്റാലിൻ, ആ സ്റ്റാലിൻ കള്ളനാണെന്ന് പറയട്ടെ, അഴിമതി പണമാണെന്ന് പറയട്ടെ. അതെന്താ പറയാത്തത്? കോൺഗ്രസ് പറയട്ടെ. ലിജു പറഞ്ഞൊരു കാര്യത്തില്ലേ, ലിജു പറഞ്ഞിട്ട് അഭിലാഷ് ഒറ്റ കാര്യമുണ്ടല്ലോ. ലിജു എന്താ പറഞ്ഞത്? അല്ല, ലിജു പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ അഴിമതി മറക്കാൻ, അവർക്ക് കിട്ടിയത് വളരെ ന്യായമായിട്ടുള്ള പണം. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയത്തിൽ അല്ല, ഒരു മിനിറ്റ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ പറയട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനും പണം കൊടുക്കുന്നത് അഴിമതി മറയ്ക്കാൻ വേണ്ടിയിട്ടാകാം, ആരോപണം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി ആയിക്കൂടെ? നിങ്ങളും അഴിമതിയുടെ ഭാഗമായി മാറിയതായിക്കൂടെ? അപ്പൊ നിങ്ങൾ ആ ന്യായം ഒന്നും പറയണ്ട. നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങൾ പണം വാങ്ങിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ന്യായമായ രീതിയിൽ അതാണല്ലോ BJP. ഞാൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട്.